പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ അതിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭണം വരുന്ന കാലത്ത് പെട്രോളിനും ഡീസലിനും ഓരോ ലിറ്ററിനും 2 രൂപ കൂട്ടി സെസ് വിധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മദ്യത്തിന് വീണ്ടും വില വർദ്ധിക്കുകയാണ്. മദ്യത്തിൽ വീണ്ടും സെസ് ഏർപ്പെടുത്തുകയാണ്. സർക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല കൂട്ടുന്നത്, ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മെയ് 15 മുതൽ 4 പ്രാവശ്യമാണ് പെട്രോൾ ഡീസൽ വില വർധനവ് വരുത്തിയിട്ടുള്ളത്. മെയ് 15-ാം തീയതി കൂട്ടി, മെയ് 19-ാം തീയതി കൂട്ടി, 23-ാം തീയതി കൂട്ടി, 25-ാം തീയതി കൂട്ടി. അതിനുശേഷം ഏത് സമയത്തും ഇനിയും വർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നുണ്ടാകുന്നത്. ഇനിയും വില വർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ, മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, നാണ്യപ്പെരുപ്പം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.